ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 31 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് ഇലക്ട്രോഡ് ഡയമീറ്റർ ഇൻ ആർക്ക് വെൽഡിംഗ്. നമുക്ക് ഓപ്ഷൻസിൽ തിക്നെസ് ഓഫ് മെറ്റീരിയൽ ടു ബി വെൽഡഡ്, വോൾട്ടേജ് യൂസ്ഡ്, കറണ്ട് യൂസ്ഡ്. നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഇലക്ട്രോഡ് ഡയാമീറ്റർ സെലക്ട് ചെയ്യാനുള്ള മെയിൻ ക്രൈറ്റീരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് തിക്നെസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കട്ടിംഗ് ആംഗിൾ ഓഫ് എ സ്ട്രെയിറ്റ് സ്നിപ്സ് ഈസ്. ആംഗിൾ കൊടുത്തിരിക്കുന്നത് 70 ഡിഗ്രി, 82 ഡിഗ്രി, 87 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പോൾ സ്ട്രെയിറ്റ് സ്നിപ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഷീറ്റ് മെറ്റൽ സ്ട്രെയിറ്റ് ജോബുകൾ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വലിയ കർവുകൾ കട്ട് ചെയ്യാനായി യൂസ് ചെയ്യുന്ന സ്നിപ്പിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് സ്നിപ്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 87 ഡിഗ്രിയാണ്. 87 ഡിഗ്രിയിലാണ് നമ്മൾ സ്ട്രെയിറ്റ് സ്നിപ്സ് കട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന വേരിയസ് ടൈപ്സ് ഓഫ് സ്നിപ്സ് ആണ്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നതാണ് സ്ട്രെയിറ്റ് സ്നിപ്പ് വരുന്നത്. പിന്നെ കോമ്പിനേഷൻ സ്നിപ്പ്, ബുൾഡോഗ് സ്നിപ്പ്, കോമ്പൗണ്ട് ലിവർ ഷിയർ, സർക്കിൾ സ്നിപ്പ്, ഹോക്ക്ബിൽ സ്നിപ്പ്, അതുപോലെ തന്നെ ഏവിയേഷൻ സ്നിപ്പ്, ട്രോജൻ സ്നിപ്സ്. ഇതൊക്കെയാണ് വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്നിപ്സ് ഉള്ളത്. നെയിം ദ ടൂൾ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ആൻഡ് സെറ്റിംഗ് ഓഫ് ഡിസ്റ്റൻസസ്. ഓപ്ഷൻസ് സ്റ്റീൽ റൂൾ, സ്ട്രെയിറ്റ് എഡ്ജ്, എൽ സ്ക്വയർ, വിങ് കോമ്പസ്. അപ്പോൾ ഇതിൽ ട്രാൻസ്ഫർ ആൻഡ് സെറ്റിംഗ് ഓഫ് ഡിസ്റ്റൻസ് അതിനുള്ള ഇൻസ്ട്രുമെൻ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റുക വിങ് കോമ്പസ് ആണ്. സ്റ്റീൽ റൂൾ, എൽ സ്ക്വയർ, സ്ട്രെയിറ്റ് എഡ്ജ് ഒന്നും നമ്മൾ സെറ്റിംഗ് ഓഫ് ഡിസ്റ്റൻസസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് വിങ് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിങ് കോമ്പസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാനും അത് ട്രാൻസ്ഫർ ചെയ്യാനും വളരെ ഈസി ആയിട്ട് തന്നെ സാധിക്കും. അവിടെ ഒരു ലോക്കിംഗ് പിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് ഡിസ്റ്റൻസ് എടുത്തിട്ട് ലോക്ക് ചെയ്യുക, അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഇലക്ട്രോഡ് ആംഗിൾ ഈസ് യൂസ്ഡ് ഇൻ ആർക്ക് വെൽഡിംഗ് വിത്ത് ദ വെൽഡ് ലൈൻ ഈസ്. ആർക്ക് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 70 to 80, 45 ഡിഗ്രി, 40 to 50 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഓപ്ഷൻസ് നമുക്ക് 70 to 80 ഡിഗ്രി, 45 ഡിഗ്രി, 40 to 50 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിൽ നമുക്ക് ഇലക്ട്രോഡ് വെൽഡ് ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 70 to 80 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ടിപ്പ് കളർ ഫോർ 2% തോറിയം ആഡഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. നമുക്കറിയാം ടങ്സ്റ്റൺ ഇലക്ട്രോഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അറൗണ്ട് 3800 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൗഡർ കോട്ടിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ചെയ്യുന്ന ഒരു പ്രധാന ഒരു പൗഡർ കോട്ടിംഗ് ആണ് തോറിയം. 2% തോറിയം ആഡഡ് ടു ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. അപ്പോൾ ഓപ്ഷൻസ് ഗ്രീൻ, യെല്ലോ, റെഡ്, ബ്രൗൺ. അപ്പോൾ ഇതൊക്കെയാണ് വേരിയസ് കളർ കോഡ്സ് എന്ന് പറയുന്നത്. പ്യുവർ ടങ്സ്റ്റൺ ആണെങ്കിൽ ഗ്രീൻ കളറ്, അതിൽ സീരിയേറ്റഡ് കോട്ടിംഗ് ആണ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രേ കളറ്, ലാന്തനൈറ്റ് 1% ആണെങ്കിൽ ബ്ലാക്ക്, ലാന്തനൈറ്റ് 1.5% ആണെങ്കിൽ ഗോൾഡ്, ലാന്തനൈറ്റ് 2% ആണെങ്കിൽ ബ്ലൂ, തോറിയേറ്റഡ് 1% ആണെങ്കിൽ യെല്ലോ, തോറിയേറ്റഡ് 2% ആണെങ്കിൽ റെഡ്, സിർക്കോണിയേറ്റഡ് ആണെങ്കിൽ 1% സിർക്കോണിയേറ്റഡ് ആണെങ്കിൽ വൈറ്റ്. ഇതാണ് അതിൻ്റെ ആൻസറുകൾ വരുന്നത്. നമ്മുടെ ഓപ്ഷൻസിൽ നമുക്കിപ്പോൾ ഉള്ളത് യെല്ലോ ആൻഡ് റെഡ് ആണ്. PSC എടുത്തിരിക്കുന്ന ആൻസർ യെല്ലോ ആണെങ്കിലും നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ആൻസർ 2% തോറി ആണെങ്കിൽ റെഡ് ആണ്. പിന്നെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ടിപ്പ് കളർ ആണ് ഫോർ 2% തോറിയം ആഡഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് ടിപ്പ് കളർ എന്ന് പറയുമ്പോൾ നമുക്ക് യെല്ലോ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. റെഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കമൻറ്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്യുക. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് സ്പേസ് ലെഫ്റ്റ് ബ്ലാങ്ക് ഇൻ കട്ടിംഗ് ഗ്യാസ്. ഓപ്ഷൻസ് ഡ്രാഗ്, ഗ്രൂവ്, കർവ്, സ്പേസ്. നമുക്കറിയാം ഗ്യാസ് കട്ടിങ്ങിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു വിട്ടിനെ നമ്മൾ കർവ് എന്നാണ് പറയുക. ഓപ്ഷൻ സി കർവ്. നമ്മൾ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഗ്യാപ്പിനെ കർവ്, നമുക്ക് ആ പിക്ചറിൽ കാണുന്ന പോലെ കർവ് എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് ദ ഒറിജിനൽ ഗ്രെയിൻ സ്ട്രക്ചർ. ഓപ്ഷൻസ് ടെമ്പറിംഗ്, പ്രീഹീറ്റിംഗ്, ഹാർഡനിങ്, നോർമലൈസിങ്.
നമുക്ക് വേരിയസ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകളാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഹാർഡനിങ് അതുപോലെ ടെമ്പറിങ് പ്രീഹീറ്റിംഗ് ഒക്കെ ചെയ്താൽ അതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചർ മാറുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോർമലൈസിങ് ആണ് ഗ്രെയിൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഗ്രെയിൻ സ്ട്രക്ചർ നോർമലൈസ് ചെയ്യാൻ എടുക്കുന്നത്, നോർമൽ ആവാനായിട്ട് എടുക്കുന്ന ഒരു ഹീറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നോർമലൈസിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീം വെൽഡിംഗ് ഈസ് എ മൾട്ടി സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്, കണ്ടിന്യൂസ് വെൽഡിംഗ് പ്രോസസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് സിലിണ്ടറിക്കൽ ജോബ്സ്. നമുക്കറിയാം സീം വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് വെൽഡിംഗ് പ്രോസസ്സാണ്. നമ്മൾ ചെറിയ റോളർ ഡിസ്കുകൾ യൂസ് ചെയ്തിട്ട് മൾട്ടി സ്പോട്ട് റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ് സീം വെൽഡിംഗ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് വെൽഡിംഗ് കാറ്റഗറിയിൽ പെടുന്നതാണ്. മൾട്ടി സ്പോട്ട് വെൽഡിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ സീം വെൽഡിംഗ് എന്ന് പറയുക. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് 2 സിലിണ്ടറിക്കൽ ഡിസ്കാണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ 2 റോളറിനുള്ളിലാണ് ഈ ഷീറ്റ് മെറ്റൽ പ്ലേസ് ചെയ്യുന്നതും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്റ്റിൽ വന്ന് അത് റോൾ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് റെസിസ്റ്റൻസ് വെൽഡിംഗ് പ്രോസസ്സാണ് കിട്ടുക, അല്ലെങ്കിൽ മൾട്ടി സ്പോട്ട് വെൽഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ seam welding is a multi-spot welding process. Next question, a non-destructive test requires a photographic film to be placed on one side of the joint to be tested. What is the test? ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ച് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന, നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അൾട്രാസോണിക് ടെസ്റ്റിൽ നമ്മൾ സൗണ്ട് വേവ്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് യൂസ് ചെയ്യുക. ഡൈ പെൻട്രേഷനിൽ നമ്മൾ ഡൈ പെൻട്രേറ്റ് ചെയ്ത് അത് നമ്മളൊരു ഡെവലപ്പറിൽ എടുത്തിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിലും അങ്ങനെ തന്നെയാണ്. ഒരു മാഗ്നറ്റിക് ലൈൻ ഓഫ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ കറണ്ട് കടത്തിവിട്ട് അവിടെ ഒരു അലൈൻമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ഓപ്ഷൻ സി നോക്കുക. ഓപ്ഷൻ സി റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ്. റേഡിയോഗ്രാഫിക് ടെസ്റ്റിങ്ങിൽ നമുക്ക് ഒരു സോഴ്സ് ഉണ്ട്, ഒരു വെൽഡ് ഉണ്ടാവും. നമുക്ക് അതിന് താഴെയാണ് ഒരു ഫിലിം പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക, ഈ റേഡിയോഗ്രാഫിക് ഫിലിം പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഇവിടുന്ന് വേവ്സ് കടത്തി വിടുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമേജ് താഴെ കാണുന്ന ഈ ഫിലിമിൽ പതിയുകയും അങ്ങനെ നമുക്ക് ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സോ non-destructive test required a photographic film to be placed on one side of the joint to be tested എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് റേഡിയോഗ്രാഫിക് ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, welding transformers are equipped with condensers so as to answers current factor, energy factor, voltage factor and power factor. ഇതിന്റെ ആൻസർ വരുന്നത് പവർ ഫാക്ടർ ആണ്. സോ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് it is a ratio of active power and reactive power. സോ ഒന്നുകൂടി പറയാം, പവർ ഫാക്ടർ എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ ദ സം ഓഫ് ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ ആണ്. സോ വെൽഡിംഗ് ട്രാൻസ്ഫോർമേഴ്സ് ആർ equipped with condensers so as to power factor. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ അടുത്ത വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.